Hi everyone, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് പാൻറ്റീൻ പ്രോ വി ഓയിൽ റീപ്ലേസ്മെൻറ്റ് 1 ആണ്. ഇതൊരു ലിവ് ഇൻ കണ്ടീഷണർ ആയിട്ടാണ് അവർ പറയുന്നത്. ബേസിക്കലി ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഓയിലിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതി ആയിട്ടാണ് ഇവരിതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസമായി തോന്നുന്നു. ഞാൻ ഒരു മാസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് പ്രൈസിങ് വൈസ് നോക്കുകയാണെങ്കിൽ 80 ml ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് 85 റുപ്പീസ് ആണ്. വേറെ പ്രോഡക്ട്സ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചാണ് ഇതിപ്പോൾ ഉള്ളത്. ഇതവർ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രം ഒരു കോയിൻ സൈസോ നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ചുള്ളത് കയ്യിലെടുത്തിട്ട് നമ്മുടെ കയ്യിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പറയണത്. നനഞ്ഞിരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയും ചെയ്യാം, അല്ല അതേപോലെ തന്നെ മുടി എപ്പോഴൊക്കെ ഡ്രൈ ആവണമെന്ന് തോന്നുന്നു അപ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതേ നനഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ബേസിക്കലി ഇവർ ഓയിൽ റീപ്ലേസ്മെൻറ്റ് വെച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പോലെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ തലോട്ടിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം, എന്നിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതല്ല. സോ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ തൊട്ട് നമ്മുടെ ഹെയർ ലെങ്ത് കംപ്ലീറ്റ് ചെയ്യണ വരെ അപ്ലൈ ചെയ്യാവുന്നതാണിത്. സോ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫ്രിസി ആയിട്ടുള്ള, അതായത് ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മുടി എത്ര ഫ്രിസിയാന്നുള്ളത്. സോ അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിസിനെ ഒന്ന് കുറച്ച്, അതായത് ഈ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറച്ച് നമ്മുടെ മുടി നല്ല കുറച്ചുകൂടി സ്മൂത്ത്, അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഈ ജടയൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറച്ച് കുറയും. സോ നമ്മൾ വെറുതെ മുടി ഈരുമ്പോൾ മുടി ഭയങ്കര ഡ്രൈയും ഇങ്ങനെ ഒരുപാട് ജടയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ മുടി പൊട്ടിപ്പോവും. ഇത് അപ്ലൈ ചെയ്തിട്ട് മുടി ഈരാണെങ്കിൽ അത് ഇതെന്നല്ല കേട്ടോ, ഏത് ഹെയർ സിറം ആണെങ്കിലും ശരി, അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി ഈരാണെങ്കിൽ മുടി പൊട്ടാണ്ടിരിക്കാൻ സഹായിക്കും. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏകദേശം ഒരു മാസമായി ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇതിന്റെ ഡെമോ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല പ്രോഡക്റ്റ് ആണ് റീപ്ലേസ്മെന്റ്. ഈ പ്രോഡക്റ്റ് സിറത്തിനെക്കാട്ടിലും ഹെയർ സിറത്തിനെക്കാട്ടിലും കുറച്ചുകൂടി വില കുറവാണ്. സത്യം പറഞ്ഞാൽ അതിനേക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, വളരെ നല്ല ക്രീമി ടെക്സ്ചറാണ് അതിന്. മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും മുടി സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല, നമ്മൾ മുടിയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടൊന്നും തോന്നുകയില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മുടിയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇതുപോലെ വളരെ ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടുള്ള മുടിയാണ്. മുടിയിൽ പെട്ടെന്ന് ഈ ജട വീഴുന്ന ആയിട്ടുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന പ്രോഡക്റ്റ് ഈ സ്ട്രീക്സിൻ്റെ ഹെയർ സിറം ആണ്. അതിന് മുന്നേ ഞാൻ ലിവോൺ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ 100 ml ഓഫ് പ്രോഡക്റ്റിന് 200 റുപ്പീസ് ആണ്. സോ അവിടെ 80 ml ഓഫ് പ്രോഡക്റ്റിന് 85 റുപ്പീസ് ആണ്. സോ കുറച്ചും കൂടി അഫോർഡബിൾ ആണ് അത്. എനിക്ക് തോന്നുന്നു സിറത്തിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലതുമാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ഹെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു.